നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജിഷ ജാനോ മെഷീനിലെ എംബ്രോയ്ഡറി സ്റ്റിച്ചാണ്. തുണി നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. കട്ടിയുള്ള ക്ലോത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഒരു സാധാ ഒരു നോർമൽ കോട്ടൺ ക്ലോത്താണ് രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട്. ആദ്യം നമുക്ക് സ്റ്റിച്ച് സെലക്ട് ചെയ്യാം. സ്റ്റിച്ചിൻ്റെ ലെങ്ത് ഒരു 2 കൊടുക്കുന്നുണ്ട്. സ്റ്റിച്ച് നമുക്ക് 6 ആക്കി സ്റ്റിച്ചാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. സി മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സിക്സാക് സ്റ്റിച്ചാണിത് ഫസ്റ്റത്തെ. ഇനി നമുക്ക് നോബ് സിയിലിടാം, അല്ല ഡിയിലിടാം. സ്റ്റിച്ച് നമ്മൾ ഡിയിലിട്ട് ചെയ്ത സ്റ്റിച്ചാണിത്. ഇനി നമുക്ക് ഇയിലിടാം. നമ്മൾ ഇയിലിട്ട സ്റ്റിച്ചാണിത്. ഇനി നമുക്ക് എഫിലേക്ക് ഇടാം. നമ്മൾ എഫിലിട്ട സ്റ്റിച്ച്. തുണി കുറച്ച് കനമില്ലാത്തത് കൊണ്ട് നമുക്കിവിടെ ചുളുക്ക് വരുന്നത്. നമ്മൾ നല്ല കനമുള്ള ക്ലോത്തിൽ വേണം ചെയ്യാൻ. അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് അയൺ ചെയ്ത് ഒട്ടിച്ചാലും നല്ല സ്റ്റിഫ്നെസ് കിട്ടും. ഇനി നമുക്ക് ജെയിലിട്ട് ചെയ്യാം. ജെയിലിട്ട സ്റ്റിച്ചാണിത്. ഇനി നമുക്ക് ഈ റെഡ് എഴുത്തിലുള്ള സ്റ്റിച്ചുകളാണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് നമ്മൾ ഈ റെഡിലേക്ക് കൊണ്ടുവരിക. നമുക്ക് സി മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നോബ് നമുക്ക് സിയിലേക്ക് ഇടാം. ഇത് കുറച്ച് കട്ടിയുള്ള ത്രെഡായിട്ടാണ് വരുന്നത്. ഇത് സാധാ മെഷീൻ നൂല് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ച് ഡി ആണ്. ഡിയിലാക്കുക. ഇത് ഡേറ്റ് സ്റ്റിച്ചാണ്. നമുക്കിനി ഇയിലിടാം സ്റ്റിച്ച്. ഈ നോബ് തിരിക്കുമ്പോൾ എപ്പോഴും സൂചി മുകളിലായിരിക്കണം, അല്ലെങ്കിൽ സൂചി വളയും. ഇത് ഏകദേശം 6 സ്റ്റിച്ച് തന്നെയാണ്. എഫിലിടാം. ഇത് 6 സ്റ്റിച്ച് തന്നെയാണ്.
ജിയിലാണ് അടുത്തത്. നെക്സ്റ്റ് നമ്മൾ ജി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ജി സ്റ്റിച്ച്.